ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് തന്നെയാണെല്ലാം സ്വാഗതം. മഹാവതാർ നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ജൂലൈ 25 നല്ല അറിയിച്ചിട്ടുണ്ട്. ഹോംബല വില്യംസ് എടുക്കുന്ന പടമാണ്. പിന്നെ ഫ്ലാസ്ക് എന്ന് പറഞ്ഞ പടത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ അടിനാശം വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ പടത്തിന്റെ സ്നീക്ക് പീക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ നരുവേട്ട എന്ന് പറഞ്ഞ പടം മെയ് 23 പുറത്തിറങ്ങാൻ അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ കൂടി വന്നിട്ടുണ്ട്. പിന്നെ പടം കേരളത്തിലും തമിഴ്നാട്ടിലും തെലുങ്ക് തമിഴിലും ഒക്കെ റിലീസ് എത്തിക്കുന്ന ആരൊക്കെ എന്നുള്ള അറിയിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഡാഷ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞ പടത്തിലത്തെ ലെറ്റ്സ് ലീവ് ദിസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സിംഗിളിന്റെ പേരും ഉണ്ട്. അത് ഇന്ന് 12/9 പുറത്തിറങ്ങുന്ന അറിയിച്ചിട്ടുണ്ട് ഉച്ചക്ക്. പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന പടത്തിന്റെ ചങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ അജ്ഞാതവാസി എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഡേറ്റ് എന്ന് വെച്ചാൽ OTT റിലീസ് ഡേറ്റ് ZEE5 മെയ് 28 നല്ല അറിയിച്ചിട്ടുണ്ട്. പിന്നെ റാപ്പോ 22 ടൈറ്റിൽ ഗെയിംസ് പുറത്തിറങ്ങിയിരുന്നു. ആന്ധ്ര കിങ് താലൂക്ക എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും 3 ദിവസമായിട്ട് ട്രെൻഡിങ്ങിലൊക്കെയാണ്, അപ്പോൾ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ കുമാര സംഭവം എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, അതിന് സ്ക്രീൻ കാണിക്കാം. ഫസ്റ്റ് ഒരു ഇമോഷൻ പോസ്റ്റർ ആയിരുന്നു, രണ്ടാമത്തെ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളതാണ്. പിന്നെ കണ്ണപ്പ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ജൂൺ 27 നല്ല അറിയിച്ചുകൊണ്ട് ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ഈസ് എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു ഇവന്റ് ഒക്കെ നടന്നിരുന്നു, അപ്പോൾ അതിന്റെ കുറച്ച് ഫോട്ടോസും സ്റ്റിൽസും ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും പടം മെയ് 23 റിലീസ് ആവുന്നത്. പടത്തിന്റെ ട്രെയിലർ വന്നിരുന്നു, അത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിന്റെ തെലുങ്ക് തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ശ്രീ പത്മിനി സിനിമാസ് ആണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പടത്തിന് 5 days പോസ്റ്റർ ഉണ്ട്. പിന്നെ STR 50 ആണ്. സിലംബരസൻ TRന്റെ 51ാമത്തെ അർത്ഥത്തിന്റെ ഷൂട്ടിംഗ് ഈ സെപ്റ്റംബർ തുടങ്ങുന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ തഗ് എന്ന് പറഞ്ഞിട്ട് ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു പടം റിലീസ് ആകാൻ പോകുന്നുണ്ട് ജൂൺ 6 അപ്പോൾ അതിന്റെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്നു. കുറച്ച് മുന്നേ ജയിലർ എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിന്റെ ജയിലർ ഇറങ്ങിയ സമയത്ത് ഒരു ജയിലർ വന്നിരുന്നു ധ്യാൻ ശ്രീനിവാസിന്റെ. അതേപോലെ ഇപ്പോൾ തഗ് ലൈഫ് വരുന്നുണ്ട് കമൽഹാസന്റെ. അപ്പോൾ അതിന്റെ ഒപ്പം തഗ് എന്നുള്ള ലെവലിൽ ഒരു പടം വരികയാണ്. എന്തായാലും തഗ് ലൈഫിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്, വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നിയില്ല. എന്തായാലും 30 മില്യൺ പ്ലസ് വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇടലാണ്, പക്ഷേ ട്രെയിലർ വലിയതായിട്ട് ഇംപ്രസ് ചെയ്തിട്ടില്ല. പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞിട്ടുള്ള ദിലീപിന്റെ പടത്തിന്റെ 10 ദിവസത്തെ കളക്ഷൻ 15.5 കോടി എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ ദിലീപിന്റെ അടുത്തായിട്ട് വരാൻ പോണ പടം എന്ന് പറയുന്നത് ബബുബ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ്. എന്തായാലും ആ പടത്തിന്റെ ഒരു 15 ദിവസത്തെ ഷൂട്ട് കൂടിയാണ് ഇനി ബാക്കിയുള്ളതെന്നുള്ളത് ദിലീപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ജസ്റ്റ് പറഞ്ഞു മാത്രം. പിന്നെ മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഒരു റിവ്യൂ നമ്മൾ ഇട്ടിട്ടുണ്ട്. സിമ്പിളായി പറയുകയാണെങ്കിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. റിവ്യൂ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാവുന്നതാണ്. എന്തായാലും ഈ പടം ഇന്ത്യയിൽ നിന്ന് മാത്രം 2 ദിവസം കൊണ്ട് 31 കോടിയുടെ മുകളിലേക്കാണ് കളക്ഷൻ നേടിയിട്ടുള്ളതെന്ന് അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ജയിലർ 2 നണ്ടമുറി ബാലകൃഷ്ണൻ ഉണ്ടാവും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 10 മിനിറ്റ് സീക്വൻസ് ആണ് പടത്തിലെ ആൾക്ക് ഉണ്ടാവുക. അതിന് വേണ്ടിയിട്ട് 25 കോടിയാണ് ആളുടെ സാലറി എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. പിന്നെ അതേമാതിരി രജനീകാന്തിന് ഈ പടത്തിലായിട്ട് കൊടുക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ 260 കോടിയുടെ അടുത്തെന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ പടത്തിന്റെ DOP കൈകാര്യം ചെയ്യുന്ന വിജയ് കാർത്തിക് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ബർത്ത്ഡേ വിഷു കൊണ്ട് സൺ പിക്ചേഴ്സ് കുറച്ച് ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ രജനീകാന്തിന്റെ കുറച്ച് സ്റ്റിൽസും കിട്ടിയിട്ടുണ്ട്. നെൽസൺ ദിലീപ്കുമാർ ഉണ്ട് അതിൽ, അപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാത്. പിന്നെ ടിക്കറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുള്ള ആസിഫലിന്റെ പടം ഈ ക്രിസ്മസിന് പുറത്തിറങ്ങുന്നതാണ് കേൾക്കുന്നത് 2025. എന്തായാലും വരട്ടെ, ഒരു ആക്ഷൻ ഫിലിം ആണ് വരാൻ പോണത്. പിന്നെ സൂര്യ 46 വെങ്കിയാറ്റിലൂരി സൂര്യൻ വെച്ചെടുക്കാൻ പോണ പടം, അവിടത്തിന്റെ ഒരു ലോഞ്ച് ഇന്ന് ഹൈദരാബാദിൽ വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും കണ്ടോക്കാൻ വരില്ല എന്നുള്ളത്. പിന്നെ ദുൽഖർ സൽമാന്റെ കാന്ത എന്ന പടത്തിന്റെ റിലീസ് ഡേറ്റ് ഈ ജൂലൈ എൻഡോടെ കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും ദുൽഖറിന്റെ അടുത്തായിട്ട് റിലീസ് ആകാൻ പോണ പടമാണ് ലക്കി ഭാസ്കറിന് ശേഷം. പിന്നെ മലയാളത്തിൽ ദുൽഖറിന്റെ അടുത്തായിട്ട് വരാൻ പോണ പടമാണ് ഐ ആം ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ള പടം. അവിടത്തിൽ 5000 കൂടുതൽ ജൂനിയർ ആർട്ടിസ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഷെഡ്യൂൾ വരാൻ പോകണമെന്നുള്ളതാണ് കേൾക്കുന്നത് ഈ വരുന്ന ആഴ്ചയിൽ. എന്തായാലും ഗംഭീരമാവട്ടെ. നമുക്ക് ആ ഒരു സ്റ്റേഡിയത്തിലുള്ള ഷൂട്ടായിരിക്കണം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.